ജീവൻ കൊടുത്തും മക്കളെ വളർത്തി വലുതാക്കി അവരിൽ ഒരു മനോഹര ഭാവി സ്വപ്നം കാണുന്ന അച്ഛനും അമ്മയുമൊക്കെയാണല്ലേ നമ്മൾ കണ്ടിട്ടുള്ള സാധാരണക്കാർ. മക്കൾക്കും അവകാശങ്ങളുണ്ട്, അവർക്കും അവരുടേതായ ചിന്താഗതിയുണ്ട്. പിന്നെന്തിനാണ് മാതാപിതാക്കളുടെ ആഗ്രഹം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അവർക്കും പ്രായപൂർത്തിയായതല്ലേ, അവരും തീരുമാനിക്കട്ടെ എന്നാണ് നിയമം പോലും പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മൾ എന്തിനാണ് മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോകുന്നത്? അവരും കുട്ടികളല്ലേ, അവർക്കറിയില്ലേ എവിടെയെങ്കിലും പോയാൽ തിരിച്ചു വരാൻ? ഇവരെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്കായി ശബ്ദമുയർത്താൻ ഇന്നത്തെ കാലത്ത് ആരൊക്കെയാണല്ലേ വരുന്നത്? ശരിയാണ്, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും വളർന്നു വന്നൊരു സമൂഹം അവരെ പഠിപ്പിച്ച പാറ്റേൺ ആണ് ഇതിന് കാരണം. എല്ലാവരും ഇക്കൂട്ടത്തിൽ പെടില്ല, പക്ഷേ ഒരു 90% ആൾക്കാരും. കഞ്ഞിവെള്ളത്തിലെ വറ്റു കഴിച്ച് ആ വെള്ളം കുടിച്ച് കൗമാരം കടന്നെത്തിയ കുറച്ചാളുകൾ, കൗമാരത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നവർ, സാമ്പത്തികപരമായി വളർച്ച കൈവരിക്കേണ്ടി വരുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുമക്കളുടെ പൂർണ്ണ നിയന്ത്രണം കരസ്ഥമാക്കിയവർ, ആധുനിക ചിന്തകളെ അത്രത്തോളം ദഹിക്കാത്ത ആ പഴയ ചിന്താഗതിക്കുള്ളിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന അവർ അത്തരമൊരു അവസ്ഥയിൽ മറ്റെന്ത് ചെയ്യാനാണ്? സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യത്തിൽ സമൂഹം പഠിപ്പിച്ച പാത പിന്തുടരും. വീട്ടിലെത്തിയ കുഞ്ഞതിഥിയെ വളർത്താൻ താൽക്കാലിക ആശ്രയങ്ങൾ തേടിപ്പോകും. പിന്നീട് അവർ ആ സർക്കിളിൽ പെട്ടുപോകുന്നു. എന്തുകൊണ്ടവർ മാറി ചിന്തിച്ചില്ല? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ഇന്ന് എന്താണ്? ഒരു ജീവിതത്തിലെ നല്ല ആയുഷ്കാലം മുഴുവൻ ഒന്ന് തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാഞ്ഞിട്ടും കുട്ടികൾക്ക് വേണ്ടി ചോരയും നീരും സമ്പാദ്യങ്ങളുമെല്ലാം ചിലവഴിക്കുന്നവർ, പ്രായപൂർത്തിയായാൽ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് നിയമ പിന്തുണയോടെ ഉപേക്ഷിച്ചു പോകുന്ന മക്കൾ, അത്രയും കാലം നോക്കിയ മാതാപിതാക്കൾക്ക് അതിന് ചിലവായ തുക തിരിച്ചു നൽകണമെന്ന് ഇവിടെ ഒരു നിയമവും പറയുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ സ്വന്തം സമ്പാദ്യം പോലും നഷ്ടമായ അവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് മുക്കിലും മൂലയിലും കുന്നുകൂടുന്ന വൃദ്ധസദനങ്ങൾ. കാലമിങ്ങ് എത്തി നിൽക്കുമ്പോൾ സ്വാർത്ഥതയില്ലാത്ത മാതാപിതാക്കളുടെ ലോകം മാറി തുടങ്ങിയിരിക്കുന്നു. ആധുനിക ചിന്താഗതി അംഗീകരിച്ചില്ലെങ്കിൽ മാനക്കേടാണെന്ന് കരുതുന്നവരുടെയും കുട്ടികളുടെ മേൽ കടിഞ്ഞാണില്ലാത്ത മോഡേൺ പാരന്റ്സിന്റെയും എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയുമാണ്. സോഷ്യൽ മീഡിയകൾ ആധിപത്യം പുലർത്തുന്നതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള സമീപനത്തിലും മാറ്റം വരും. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ ഒരു 20% പേരെങ്കിലുമുണ്ട്. ജീവൻ കൊടുത്ത കൈകൾ തന്നെ ജീവനെടുക്കുന്ന വാർത്തകളൊക്കെ കണ്ണു നിറഞ്ഞും ഞെട്ടലോടെയും കേട്ടു തുടങ്ങിയ നമുക്ക് ഇന്നത് ഓരോ ഇടവേളകളിലും കേൾക്കുന്ന വെറും വാർത്തയായി മാറി. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ക്രൂരയായ അമ്മയായിരുന്നു കണ്ണൂരിലെ ശരണ്യ. 2020 ഫെബ്രുവരി 17 ക്രൂര കൊലപാതകം. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു ശരണ്യയുടെ കൊടും ക്രൂരകൃത്യം. ശരണ്യയും ഭർത്താവ് പ്രണവും തമ്മിൽ നേരത്തെ മുതൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഇതിനിടെ മറ്റൊരു ബന്ധത്തിലായ ശരണ്യ കാമുകനായ നിധിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകം നടത്തിയ ശേഷം കുഞ്ഞിനെ കടൽ തീരത്തെ പാറയിൽ എറിയുകയായിരുന്നു ശരണ്യ. കൊല്ലം കല്ലുവാതുക്കലിൽ കരിയിലക്കൂനയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചു കൊന്ന കേസിലെ പ്രതിയും 22-കാരിയായ ഒരമ്മ തന്നെയായിരുന്നു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു രേഷ്മയുടെ ക്രൂരതയെന്നാണ് പോലീസ് പറയുന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത കാമുകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ അരും കൊല. ഒന്നിച്ചുള്ള ജീവിതത്തിന് രണ്ടാമത്തെ കുഞ്ഞ് തടസ്സമാകുമെന്നും കുഞ്ഞിനെ ഒഴിവാക്കണമെന്നുമുള്ള കാമുകന്റെ നിർദ്ദേശം രേഷ്മ അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. എന്നാൽ ഗർഭിണിയായ വിവരവും പ്രസവിച്ച കാര്യവും ഭർത്താവടക്കം ഒപ്പം താമസിച്ചിരുന്നവരാരും അറിഞ്ഞിരുന്നില്ല എന്നത് ദുരൂഹതയായി അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. കൊച്ചി പനമ്പിള്ളി നഗറിൽ 5-ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്ന യുവതിയും ഇക്കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞാണ് കുട്ടിയെ താഴേക്കെറിഞ്ഞത്. അതും ജനിച്ച് ഒരു ദിവസം പോലും വെളിച്ചം കാണാൻ ഭാഗ്യം ലഭിക്കാത്ത പിഞ്ചുകുഞ്ഞ്. കഴിയുന്നില്ല. ഇങ്ങനെ കേട്ടാൽ മാനസികമായി തളർന്നു പോകുന്ന വാർത്തകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു സാധാരണ മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രവർത്തികൾ ചെയ്യാൻ ഇത്തരക്കാർക്ക് സാധിക്കുന്നത്? ഇതൊരു തുടക്കമാണോ, അതോ ഇത്തരം നീചകൃത്യങ്ങൾ അവസാനിക്കപ്പെടുമോ എന്നതിനൊക്കെ ഇനി ആര് ഉത്തരം നൽകും?